ഹായ് ഹലോ. ഇന്ന് ഞങ്ങൾ എൻ്റെ ഓഫീസിൽ നിന്ന് പ്രോജക്റ്റിലെ ടീമായിട്ട് ടീം ലഞ്ച് ആൻഡ് ടീം ഔട്ടിങ്ങിന് വേണ്ടി വന്നേക്കാണ്. കാസിയറിയോ എന്ന് പറഞ്ഞ അതിരപ്പള്ളിയിലൊരു റിസോർട്ടിലാണ്. നമുക്കിവിടെ ടീം ലഞ്ചുണ്ട്, പിന്നെ ഇവിടുത്തെ അമ്യൂണിറ്റീസ് എല്ലാം ആക്സസിബിളാണ്. അപ്പോൾ അങ്ങനൊരു ഫുൾ ഡേ പ്രോഗ്രാമിന് വന്നേക്കാണ്. ഞങ്ങളിവിടെ റിസോർട്ടിലെത്തി. ഈ റിസോർട്ടിൻ്റെ അകത്തുള്ള പരിപാടിയും ഫുഡ് കഴിക്കുന്നതും ഇവിടെ നമുക്ക് വെള്ളച്ചാട്ടത്തിന് ഫേസിങ് ആണ്. ആ പുഴ നമുക്ക് ഇവിടെ നിന്ന് ആക്സസിബിളാണ്. പിന്നെ പൂളുണ്ട്, അറിയാലോ, കഴിഞ്ഞ വ്ളോഗിലും കണ്ടില്ലേ പൂളിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ പൂളുണ്ട്. പിന്നെ ആ പുഴ ഇപ്പോൾ ഇവിടുത്തെ അവർ പറഞ്ഞത് ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലൊക്കെ വെള്ളം കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, അത് ലോക്ക്ഡൗൺ. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ വരെ പോകാൻ പറ്റുമെന്ന് തോന്നണം. അവിടേക്ക് എത്തി ഫുൾ കാണിച്ചു തരാം. റിസോർട്ടിലെ വിഷ്വൽ കാണുന്നതിന് മുന്നേ എങ്ങനെയാണ് റിസോർട്ടിൽ എത്തിയെന്നുള്ള കുറച്ച് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഞാൻ നേരെ റെഡി ആയിട്ട് ഓഫീസിലേക്കാണ് എത്തിയത്. ഗൗതം ചേട്ടൻ അപ്പോൾ ഓൾറെഡി ഓഫീസിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഒരു ഊബർ ബുക്ക് ചെയ്ത് നേരെ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ ശ്യാമും വില്യമും ഞങ്ങൾക്ക് വേണ്ടി കാറിൽ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരോട് വില്യത്തിൻ്റെ കാറിൽ കയറി പിന്നെ ഒരുമിച്ചായിരുന്നു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഓൺ ദ റോഡ് നമ്മൾ ഫസ്റ്റ് നിർത്തിയ സ്പോട്ടാണ്. ഈ സൈഡിൽ കൂടി അതിരപ്പള്ളിക്ക് പോകുന്നവർക്ക് അറിയാം, ഈ പാലം നമ്മൾ എത്തുന്നതിന് മുന്നേ ഉള്ള പാലമാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇത്ര വെള്ളം തോന്നാൻ കാരണം നമ്മൾ പോയ ദിവസത്തിൻ്റെ തലേ ദിവസമൊക്കെ അവിടെ റെഡ് അലേർട്ടായി അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ അടച്ചിട്ട ദിവസമാണ്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളവും നമ്മൾക്ക് അവിടെ നിന്നിട്ട് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയത്. കാരണം ആ വെള്ളക്കൂടുതലുള്ളത് കൊണ്ടാണ്. നേരെ പിന്നെ നമ്മൾ റിസോർട്ടിലേക്കാണ് എത്തി. ഇറങ്ങും നിർത്തിയൊന്നുമില്ല. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട്, കാസിയറിയോ എന്ന് പറഞ്ഞ റിസോർട്ടാണ്. ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ പുഴയ്ക്ക് ഫേസിങ് ആയിട്ടുള്ള കുറേ റിസോർട്ടുകളിൽ ഒരെണ്ണമാണിത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾ വൺസ് പോകുന്നുണ്ടെങ്കിൽ ഈ റിസോർട്ട് ഒരു ഓപ്ഷനായിട്ട് വെച്ചോളൂ. പിന്നെ നമ്മൾ റിസോർട്ട് കുറച്ച് കറങ്ങി നടന്ന് കണ്ടു. കാരണം നമ്മുടെ ടീമിൽ ഒരു ഗ്രൂപ്പും കൂടി വരാനുണ്ട്. കൊറട്ടി ഓഫീസിൽ നിന്നുള്ള കുറച്ച് പേര് വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ ഫ്രണ്ടിൽ കുറച്ച് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് നേരെ വെൽക്കം ഡ്രിങ്കും കുടിച്ച് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. വാട്ടർഫാൾസ് കാര്യങ്ങൾ കാണാം. ഇവിടെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള എൻട്രിയാണ്. പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, കാരണം വെള്ളം കൂടുതലാണ്. മെയിൻ പൂള് കാര്യങ്ങൾ വരുന്ന ഇവിടെ. അവിടെ പോകുന്ന വാഷ്റൂമും കാര്യങ്ങളും ഉണ്ട്. ബാസ്കറ്റ് ബോൾ, ടെന്നീസ് കോർട്ട് കാര്യങ്ങളെല്ലാം താഴേക്കാണ്. പ്രോപ്പർട്ടി താഴേക്ക് ഇങ്ങോട്ട് നമുക്ക് അല്ലെങ്കിൽ ആ സൈഡിൽ കൂടെ നമുക്ക് താഴേക്കാണ്. ഓക്കെ. അപ്പോൾ ഈ ഏരിയയിലാണ് പ്ലേയിങ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് ഇരുന്ന് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഈവനിങ് ടീ കോഫി നമ്മൾ അവിടെ ആയിരിക്കും സെർവ് ചെയ്യാം. അപ്പോൾ അതും ടൈമിംഗ് സാർ പറഞ്ഞാൽ മതി എപ്പോഴാണെന്ന് വെച്ചാൽ ആവശ്യം. അങ്ങനെ നമുക്ക് ഫുൾ റൂട്ട് മാപ്പൊക്കെ പഠിപ്പിച്ച് തന്നിട്ട് നമ്മൾ ഒന്ന് റിസോർട്ട് ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയേക്കാണ്. കാരണം നമ്മുടെ ടീം എത്താൻ കുറച്ച് ലേറ്റ് ആവും. പിന്നെ എടുത്തു പറയേണ്ടത് ഈ റിസോർട്ടിലെ ഹോസ്പിറ്റാലിറ്റിയും സർവീസുമാണ്. അവർ അത്രയും നന്നായിട്ട് കെയറോടെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്തത്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അഭിലാഷ് ഓൾറെഡി അവിടെ എത്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റിസപ്ഷനിൽ നിന്ന് ഈ റൂട്ട് എടുത്തത്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ചെസ് കണ്ടപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ സ്റ്റക്കായി. പിന്നെ ഗൗതം ചേട്ടനും വില്യം കൂടി ഇവിടെ മാച്ച് തന്നെയായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ചെസ് കളിക്കാനുള്ള അത്രയും ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ അപ്പുറത്തെ സൈഡ് വേറൊരു സംഭവം കണ്ടു. അത് നിങ്ങളെ കാണിച്ചു തരാം. വായോ. ഇവിടെ തുള്ളിയാണ് കയ്യിൽ നിറഞ്ഞിരുന്നെങ്കിൽ. എനിക്ക് ലാസ്റ്റ് വീഡിയോ ശരിക്കും അൽഫോൺസ് പുത്രൻ പടത്തിലെ ഒരു ഷോട്ടായിട്ടാണ് തോന്നിയത്. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ഇപ്പം ഞാൻ ഈ എത്തി നിൽക്കുന്നതാണ് ഈ റിസോർട്ടിലെ മെയിൻ സ്പോട്ട്. ഇതാണ് നമ്മൾ പുഴ ഫേസിങ് ആ കാണുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. അവിടെ നിന്ന് വരുന്ന പുഴയാണിത്. ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അത് കാണാൻ വേണ്ടി തന്നെ അവർ നമ്മൾക്ക് 2 ഫ്ലോറിലായിട്ട് ഇങ്ങനെ സീറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് താഴത്തെ ഫ്ലോറാണ്. ഇതിൻ്റെ മേലെ ഒരു ഫ്ലോർ കൂടിയുണ്ട്. ആ കാണുന്നത് കണ്ടോ, വെള്ളച്ചാട്ടമാണ്. പറഞ്ഞില്ലേ അവിടെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് വെള്ളം കൂടുതലുണ്ടെന്ന്. അതാണ് ഇത്രയും ഒഴുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഈ താഴോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നതാണ് സ്റ്റാഫ് അവിടെ നമ്മൾ റിസപ്ഷനിൽ പറഞ്ഞത്. ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് അവരത് അടച്ചിട്ടേക്കുമാണ്. കുറേ നേരം ഇവിടെ നിന്ന് എൻജോയ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും എത്തി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. കാരണം നല്ല വിശപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. രാവിലെ കുറേ നേരം മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഫുഡായിട്ട് നമ്മൾക്ക് സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കനും
ഗോബി മഞ്ചൂരിയൻ, ചപ്പാത്തി, പൊറോട്ട, പിന്നെ മെയിൻ കോഴ്സായിട്ട് ബിരിയാണിയും പ്ലെയിൻ റൈസും ആയിരുന്നു. ഞാൻ ബിരിയാണിയാണ് എടുത്തത്. പിന്നെ ഡെസേർട്ടായിട്ട് ഫ്രൂട്ട് സാലഡ്, ഐസ്ക്രീം ആയിരുന്നു. ഇതെല്ലാം കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നൊന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കൂടി താഴോട്ട് ഇറങ്ങി. ഈ പ്രോപ്പർട്ടി ഇങ്ങനെ ഒരു താഴേക്കുള്ള രീതിയിലാണ് ഇവർ ബിൽഡ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കി ആരും സ്ഥലം കാണാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരെയും സ്ഥലമൊക്കെ കാണിച്ച് വീണ്ടും കറങ്ങി നടന്ന് നമ്മുടെ ആ സ്പോട്ടിലെത്തി, ഇരിക്കാനുള്ള സ്പോട്ടിലെത്തി. അവിടെ ടോപ്പ് ഫ്ലോർ ചെന്നിട്ട് ഇതാണ് ടോപ്പ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ. നമ്മളെല്ലാവരും കൂടി വട്ടം കൂടി ഒന്ന് കുറച്ച് നേരം വിശേഷം എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് ഈ പൂളിൻ്റെ അവിടെ വന്ന് എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. പിന്നെ മെയിൻ നമ്മുടെ പരിപാടി പൂളിലേക്ക് എടുത്ത് ചാടാന്നുള്ളതാണല്ലോ. എൻ്റെ പ്ലാനിൽ ഇറങ്ങാന്നുള്ളതായിരുന്നു. ഞാൻ അതാണ് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല മൈഗ്രെയിൻ വന്നു. അതുകൊണ്ട് ഞാൻ പൂളിൽ ഇറങ്ങിയില്ല. അതെന്തോ ഭാഗ്യമായിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പനിയുടെ ലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 പ്രാവശ്യം പോയി ചായയൊക്കെ കുടിച്ച് ഒരു ഡോളൊക്കെ കഴിച്ചാണ് ഞാൻ അവിടെ സെറ്റിലായി ഇരുന്നത്. സങ്കടമുണ്ട് പൂളിലിറങ്ങാൻ പറ്റാത്തതിന്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബൈക്കൊക്കെ പറഞ്ഞ് തിരിച്ചു പോരുന്ന വഴിയാണ്. ഞാനിങ്ങനെ വെറുതെ പറയുമായിരുന്നേ, നമ്മൾ ആനനെ ഒന്നും സ്പോട്ട് ചെയ്തില്ലല്ലോ എന്ന്. കറക്റ്റ് നമ്മൾ വന്ന വഴി നമ്മൾക്കൊരു ഒറ്റയാനെ കാണാൻ പറ്റി. പിന്നെ വണ്ടിയൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത്, കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് കേട്ടോ സ്റ്റോപ്പ് ചെയ്ത്. വേറെ വണ്ടിക്കാരും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കുറേ നേരം ആനയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് പേടിയായപ്പോഴൊക്കെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അകത്ത് കയറി. പിന്നെ തിരിച്ച് വരുന്ന വഴി നമ്മൾ എറണാകുളത്ത് എത്തിയതിന് ശേഷം ഒരു സ്ഥലത്ത് കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. ഞാൻ ഫുഡ് കഴിച്ചില്ല, ഒരു ജ്യൂസേ കുടിച്ചുള്ളൂ. എനിക്ക് വിശക്കുന്നുണ്ടായില്ല. നമ്മൾ തിരിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ചെത്തി. ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.